ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ദീർഘമായ ഹദീസുണ്ട്. ഹദീസിന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകളുടെ കഥ പറഞ്ഞു തന്നു, സംഭവം വിശദീകരിച്ചു തന്നു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നഹു സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയുന്നത് അബൂ ഹുറൈറ കേട്ടു. യഖൂൽ, അദ്ദേഹം പറഞ്ഞു, ഇന്ന സലാസത്തും മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേലിൽപ്പെട്ട 3 ആളുകളുടെ സംഭവം. അബ്റസ വ അഖറഅ വ അഅമ, ഒരാൾക്ക് വെള്ളപ്പാണ്ട് ബാധിച്ചവനാണ്, വേറൊരാൾ കഷണ്ടി കയറിയവനാണ്, വേറൊരാൾ കണ്ണ് കാണാത്ത ആളുമാണ്. ഇങ്ങനെ 3 ആളുകളുടെ സംഭവം വിശദീകരിച്ചു. അറാദല്ലാഹു അൻ യബ്തലിയഹും, ഈ 3 ആളുകളെയും പരീക്ഷിക്കാൻ അല്ലാഹു തീരുമാനിച്ചു. ഫബഅസ ഇലൈഹിം മലക, അങ്ങനെ ഈ 3 ആളുകളുടെ കൂട്ടത്തിലേക്കും അല്ലാഹു മലക്കിനെ നിയോഗിച്ചു. മലക്കുകൾ ഈ 3 ആളുകളുടെ അടുത്തേക്ക് വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ചെന്നു. ഫഅതൽ അബ്റസ, അപ്പോ ഒരു മലക്ക് ചെന്നിട്ട് ഈ വെള്ളപ്പാണ്ട് പിടിച്ചവനോട് ചോദിച്ചു, ഫഖാല അയ്യു ശൈഇൻ അഹബ്ബ ഇലൈക, എന്താ അനക്ക് വേണ്ടത്? അനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്താ? എന്താ നിനക്ക് വേണ്ടത്? അതിൽ വെള്ളപ്പാണ്ട് പിടിച്ചവൻ പറഞ്ഞു, ഇന്നെ കണ്ടില്ലേ, എന്റെ കോലം കണ്ടില്ലേ നിങ്ങള്? എന്ത് സുന്ദരമായ തൊലിയായിരുന്നു. ആ തോല് പോയിട്ട് വെളുത്ത് ഒരുതരം വൈകൃതമായി പേക്കോലമായി ഞാൻ മാറിയിരിക്കണം. എനിക്ക് എന്റെതൊന്ന് മാറിക്കിട്ടണം. അതിനെന്താ വഴി? അതാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? അതെ, അതാണ് എന്റെ പൂതി. എന്റെ വെള്ളപ്പാണ്ട് മാറി ആളുകളുടെ ഇടയിലേക്കൊക്കെ വളരെ കൂളായി സാധാരണ പോലെ ഇടപഴകാൻ എനിക്ക് പറ്റണം. മലക്ക് അദ്ദേഹത്തിനൊന്ന് തടവീന, ഓക്കെ, താങ്കളുടെ എല്ലാ സംഗതിയും ശരിയാവട്ടെ. അങ്ങനെ തടവി കൊടുത്തപ്പോ വെള്ളപ്പാണ്ട് പോയി സാധാരണ സൗന്ദര്യമുള്ള സ്വാഭാവികമായൊരവസ്ഥയിലേക്ക് തിരിച്ചെത്തി. ഇഞ്ഞെന്തെങ്കിലും എനിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടോ? വാടോ, കുതിരയോ, ഒട്ടകോ? അന്നൊക്കെ അതാണല്ലോ സമ്പത്ത്, ഭൂമിയും ഒട്ടകങ്ങളും കൃഷിയിടങ്ങളും ഒക്കെയാണ്. എനിക്ക് നല്ലൊരു ഒട്ടകത്തിനെ കിട്ടിയാൽ നന്നായിരുന്നു. എന്നാ പിടിച്ചോ, നല്ലൊരൊട്ടകത്തിനെ പിടിച്ചോ, അനക്ക് തന്നിരിക്കുന്നു. ഇത് പെറ്റ് പെരുകി വർദ്ധിച്ച് നീ വളരെ ഐശ്വര്യമുള്ളനായിട്ട് മാറും. ഓനെ കൊടുത്തു വിട്ടു. കഷണ്ടിക്കാരന്റെ അടുത്തും ചെന്നു, നിനക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇത് കണ്ടില്ലേ നിങ്ങള്, ഭയങ്കര പ്രശ്നമായത്. ആളുകളുടെ ഇടയിലേക്ക് സ്വാഭാവികമായിട്ടാണ് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത്. നമുക്ക് മുടി ഉള്ളതുകൊണ്ട് മുടിന്റെ വില അറിയില്ല. നമുക്ക് മുടി ഉള്ളതുകൊണ്ട് മുടിന്റെ വില അറിയില്ല. ഇന്ന് വമ്പിച്ചൊരു ബിസിനസ്സാണിത്. അറിയോ നിങ്ങൾക്ക് എന്താണ് മുടി? ഒരു വിലയില്ല എനിക്കും നിങ്ങൾക്കും. കാരണം നമ്മളായിട്ടൊരു പണി അതിനു വേണ്ടിയിട്ട് എടുക്കണില്ല. അതെങ്ങനെ വരുന്നു തലയിൽ വീശമ്പലും ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു അധ്വാനമൊന്നുമില്ല. പക്ഷേ മുടി ഇല്ലാത്ത ആളുകളുണ്ട് തലയിൽ. അവരുടെ വിഷമവും സങ്കടമൊക്കെ പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വഴി? സൗന്ദര്യത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മൊത്തം ഹാവഭാവങ്ങളെ തന്നെ മാറ്റിപ്പണിയാൻ കഴിയുന്ന വലിയ ഒരു സാധനമാണ് തലയത്തെ മുടി എന്ന് പറയുന്നത്. വെച്ചോനെയും വെക്കാത്തവനെയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടോ? അവിടെ പേഴ്സണാലിറ്റി തന്നെ ആകെ മാറിയിട്ടുണ്ടാവും. അതിന്റെ മോശം നന്മയൊന്നുമല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അത് അനുഗ്രഹമായിട്ട് തിരിയണമെങ്കിൽ അതില്ലാതിരിക്കുന്നവർക്കാണത് മനസ്സിലാവുക. തലമുടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആലോചിക്കും. അപ്പൊ ആരോട് ചോദിച്ചു, എനക്കെന്താ വേണ്ടത് ചോദിച്ചു. എനിക്കിന്റെ തല നിറച്ച് മുടി വേണം, ഞാനൊന്ന് ശരിയാവണം, നന്നാവണം. ഓക്കെ, മലക്ക് തടവി കൊടുത്തു. തല നിറച്ച് മുടി വന്നു. തല നിറച്ച് മുടി വന്നു. ഇനി എന്തെങ്കിലും വേണം? എനിക്ക് കുറച്ച് പശുക്കളെ വേണം. ഒരു പശുവിനെ കൊടുത്തു. പെറ്റ് പെരുകി ശരിയാവും, വളരെ ഉഷാറാവും, നന്നായിട്ട് ശരിയാവും. അങ്ങനെ അവരുടെ അടുത്തൊന്നും പോയി. 3ാമത്തെ ആളടുത്തെത്തി, കണ്ണുവട്ടന്റെ അടുത്ത്. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? കണ്ണ് കാണൂലേ? നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിലും പറഞ്ഞതാ. അത് അനുഗ്രഹങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിലൊന്നാണ് കണ്ണ് എന്ന് പറയുന്നത്. കാണാൻ കഴിയുക എന്നുള്ളത്. ഭൂമിയെയും പ്രപഞ്ചത്തെയും നമ്മളുടെ ഓരോ വസ്തുക്കളെയും മസ്തിഷ്കത്തിന് നേർക്ക് നേരെ അനുഭവിക്കാനും ആസ്വദിക്കാനും ശക്തി തരുന്നത് കണ്ണാണ്. കണ്ണില്ല, ഒരാൾക്ക് കണ്ണില്ല. സാധാരണ ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ബസ് സ്റ്റാൻഡിലേക്കാണ്. അപ്പൊ ഒരു കണ്ണ് കാണാത്ത ഒരാൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണം. ഉപരിന്ന് പാടുകയാണ് കുറെ പാട്ട്. എന്നിട്ട് അതിലിടയ്ക്ക് കുറച്ച് ഇതൊക്കെ പറയുന്നുണ്ട് ഉപരി. അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ വാപ്പാനെ കണ്ട് വരികയാണ്, എന്റെ വാപ്പാന്റെ അടുത്ത് പോയി വന്നതാണ്, പക്ഷെ എനിക്ക് വരുമാനമൊന്നുമില്ല, നിങ്ങൾ വല്ലതൊക്കെ തരണം. എന്നിട്ട് മൂപ്പരനെ അതിനോട് അനുബന്ധം ചേർത്ത്. അപ്പൊ ഞാൻ വാപ്പാനെ കണ്ടു വരികയാണെന്ന് നിങ്ങൾ പറയും. ഞാൻ കണ്ടിട്ടില്ല, എനിക്കെങ്ങനെ കാണാൻ പറ്റില്ല വാപ്പാനെ? പക്ഷെ അങ്ങനെയാണ് നമ്മൾ പറയാം. അല്ല, അപ്പൊ ഞാൻ വാപ്പാനെ തൊട്ട് വരാന്ന് ഞാൻ പറയില്ലല്ലോ. എന്റെ അമ്മാനെ ഞാൻ തൊട്ട് വരാണ്. എന്റെ വാപ്പാനെ കണ്ടു, എന്റെ അമ്മാനെ കണ്ടു, ഞാൻ തൊട്ടു നോക്കി, രുചിച്ചു നോക്കി. ഒക്കെ നോക്കലാണ്. നോക്കുക എന്നുള്ളതിന് വലിയ അർത്ഥങ്ങളുണ്ട്. ഞാൻ രുചിച്ചു നോക്കിയെന്നാ. രുചി എങ്ങനെയാ നോക്കുക?
പക്ഷെ ആ നോക്കുക എന്ന് പറയുന്ന പ്രയോഗം ഞാൻ തൊട്ട് നോക്കി, എന്റെ ഉപ്പാനെ ഉമ്മാനെയൊക്കെ തൊട്ട് നോക്കി. ശരിക്കും നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റൂല്ലോ, ഞാൻ തൊട്ട് നോക്കിയിട്ട് വരികയാണ് എന്ന്. ഞാൻ എന്റെ ഉപ്പാനെ കണ്ടുവരികയാണ്, എന്റെ ഉമ്മാനെ കണ്ട് ഉമ്മാക്ക് ഒരു മരുന്നൊക്കെ വാങ്ങി കൊടുത്തിട്ട് എന്റെ മനസ്സിനെ വല്ലതും കൊണ്ടു. ഇയാളാ പറയണത് അതിന്റെ ഉള്ളിക്കപ്പോഴാണ് നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലണത്. എന്താണ് അതിന്റെ ഒരു ഉള്ളടക്കം? ഇത്ര വലിയ വർത്തമാനമാണ് അയാൾ പറഞ്ഞു. ഉപരുടെ ദയനീയതയാണ് പറയണത്. പക്ഷേ എന്റെ ഉപ്പാനെയും ഉമ്മാനെയും മക്കളെയും ഭാര്യനെയും കുട്ടികളെയൊക്കെ നിങ്ങൾക്കറിയോ, കണ്ടു കാണാത്ത ഒരാൾ എങ്ങനെയായിരിക്കും അവന്റെ കുട്ടിനെ കണ്ടിട്ടുണ്ടാവുക, അവന്റെ ഉമ്മാനെ കണ്ടിട്ടുണ്ടാവുക? മൂപ്പർക്ക് എന്താണ് അനുഭവം? നിൽക്കട്ടെ ആ ഭാഗം അവിടെ. അള്ളാഹു തന്നതാ, വലിയ അനുഗ്രഹമാണ്. അപ്പോ ഈ കണ്ടു കാണാൻ കഴിയാത്ത മനുഷ്യൻ എന്താ എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചു. എനിക്കെന്റെ കണ്ണ് തുറന്നു കിട്ടണം. തൊട്ടുകൊടുത്തു, കണ്ണ് തുറന്നു. ഹായ്, ഇനി എന്താ വേണമെന്ന് ചോദിച്ചു. എനിക്കൊരാടിനെ കിട്ടിയാൽ മതി, ഒരാടിനെ കിട്ടിയാൽ മതി. അത് കൊടുത്തു, ആടും കൊടുത്തു. അങ്ങനെ പോയി. മലക്കും പോയി, ഇവരും പോയി. ഇവരൊക്കെ ജീവിക്കാൻ തുടങ്ങി. فكان لهذا واد من الإبل ولهذا واد من المقر ولهذا واد من الغنم. അങ്ങനെ ഭയങ്കര ഒട്ടകങ്ങള്, ഭയങ്കര കുതിരകള്, ഭയങ്കര പശുക്കള്, സമ്പത്ത്. അവിടെ ഒരു ബിസിനസ്, ഇവിടെ ഒരു ബിസിനസ്, അപ്പുറത്തൊരു ബിസിനസ്, ഇവിടത്തെ ഡെപ്പോസിറ്റ്, ഇവിടെ വേറെ ഫണ്ട്, അവിടെ വേറെ സ്ഥലം. അങ്ങനെ ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലായിടത്തും വരുമാനങ്ങളായി. ഓരോ താഴ്വരകളിലും ഇവരുടെ സമ്പത്ത് പെരുകി 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 വരാൻ തുടങ്ങി. അപ്പൊ അള്ള പരീക്ഷിക്കാൻ തീരുമാനിച്ചാളോ. അള്ള പിന്നെ മലക്കനെ വീണ്ടും വിട്ടു, ചെല്ല്, ഇവരെടുത്തേക്ക് ചെല്ല്. സുമ്മ ഇന്നഹു അതൽ അബറസ. വെള്ളപ്പാണ്ടുകാരന്റെ അടുത്തേക്ക് മലക്ക് വന്നു. ഫി സൂറത്തിൻ വഹൈഅത്തിൻ ഫഖാൽ, ഒരു പ്രത്യേക കോലത്തിലും രൂപത്തിലും. വഖാല റജുലുൻ മിസ്കീൻ. ഓൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ മിസ്കീനാ, ഞാൻ അഗതിയാണ്, എന്റെ കാര്യമൊന്നും നടത്താനും നടത്തി തരാനും ഒരാളും ഇല്ല. എന്റെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കാൻ മുപ്പര് പറയണ, എനിക്ക് യാത്ര പോകണം, ആ യാത്ര സ്ഥലത്തേക്ക് എത്താനുള്ള. അതിന്റെ ഒരു അർത്ഥം, ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാൻ എന്റെ മുമ്പിൽ വഴികളില്ല, പാതയങ്ങളില്ല. ഞാൻ ഒറ്റക്കിങ്ങനെ നിൽക്കുകയാണ്, കഷ്ടപ്പാടിലും നൊമ്പരത്തിലും പ്രയാസങ്ങളിലുമൊക്കെ. ഫലാ ബലാഗലിൽ യൗമ ഇല്ലാ ബില്ലാഹ്. അള്ളാഹു അല്ലാതെ ഒരാളും എനിക്ക് തൊടല്ല. സുമ്മ ബിക. പിന്നെ നിങ്ങളാണ്, എന്റെ അടുത്ത് കുറെ പൈസ ഉണ്ട്, നിങ്ങൾ വലിയ ആളാണ്, അള്ളാഹുവാണ് എന്റെ സഹായം, രണ്ടാമത്തെ ദുനിയാവിലെ സഹായം നിങ്ങളുമാണ്. അസ്അലുക ബില്ലദീ അഅതാകൽ ലൗനു വൽ ഹസനു വൽ ജിൽദു വൽ ഹസൻ വൽ മാൽ. ഞാൻ നിന്നോട് ചോദിക്കുന്നു, അള്ളാഹു നിനക്ക് തന്ന കളറില്ലാത്ത ഒരവസ്ഥയിൽ, നിന്റെ തൊലിക്ക് സൗന്ദര്യമില്ലാത്ത ഒരവസ്ഥയിൽ നല്ല കളറ് തന്ന, നല്ല തൊലി തന്ന, ഇഷ്ടംപോലെ സമ്പത്ത് തന്ന, ബിഗൈരിൻ അബ്തലഗ ബിഹി ഫീ സഫരി. അതുകൊണ്ട് ഇതൊക്കെ തന്ന അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, എടാ എന്തെങ്കിലും എനിക്ക് കൊണ്ടാ, നിന്റെ പഴികേടും നിന്റെ പശുകേടുകളൊക്കെ മാറാൻ എന്റെ അടുത്ത് എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ കൊണ്ടാ. ഫഖാൽ, അപ്പോ പറഞ്ഞു, അൽ ഹുഖൂഖു കസീറ. എനിക്കെന്നെ കുറെ ആവശ്യങ്ങളുണ്ട്, എനിക്കെന്നെ കണ്ടമാനം ആവശ്യങ്ങളുണ്ട്. പിന്നെ ഈ പറയണമൊന്നും നടക്കൂല. എനിക്ക് കണ്ടമാനം. നിങ്ങള് നമ്മുടെ മനസ്സിനോടൊന്ന് പറയേ, പണത്തിനോടുള്ള ത്വര അത് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ, ഇല്ലായ്മയിൽ നിന്ന് അതുണ്ടാവുകയും ഉണ്ടായിക്കഴിഞ്ഞത് നമ്മളെ കെട്ടിവരികയും ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പ്രത്യേക പേഴ്സണാലിറ്റി ആയിട്ട് മാറും. അപ്പൊ നമ്മൾ പറയും, എനിക്ക് അവിടെ ബാധ്യതയുണ്ട്, ഇവിടെ ബാധ്യതയുണ്ട്. ഫഖാൽ, അപ്പയാള് പറഞ്ഞു, മലക്ക് പറഞ്ഞു, അന്നി ആയിരിഫുക, എനിക്കറിയടാ എന്നെ, എനിക്കറിയാം. അതെന്താ അബ്രസ, യാ വെള്ളപ്പാണ്ടേറിനല്ലേ, അതല്ലേ ആള്. നിങ്ങൾ നോക്കൊണ്ട് ഏത് കൊമ്പനോട് നമുക്ക് ചോദിക്കാം. ഓരോരുത്തരും തറവാട്ടിന്റെ കുടുംബത്തിന്റെ സമ്പത്തിന്റെ ഒക്കെ മേന്മയിട്ട് വരും. ഓലെ പറച്ചിലേട്ടാ തോന്നും ഓല് ജന്മനോ ഭയങ്കര സമ്പന്നന്മാരും വലിയ തറവാട്ടുകാരും കുലമഹിമുള്ളവര് വരുന്നു. ഇങ്ങനെയല്ലേ തോന്നും നമുക്കൊക്കെ. ഓരോരുത്തരും പറയുമ്പോ എനിക്ക് ഇന്റെ തറവാടിനെ കുറിച്ചുള്ള പെരുമ, ഇന്റെ തറവാട് 1-ാം തീയതി മുതൽ പെരുമുള്ളതാണ്. ദുനിയാവിലെ ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു ഇത്തിരി അവസരം കിട്ടി, അതിലാണ്ട് വളർന്നതാ. നാളത്തെ കണക്കിന് അങ്ങനെ തന്നെ ഇതല്ലേ സംഭവിക്കുക. ഇന്നലെ എനിക്ക് പണമില്ല, ഇന്ന് പണണ്ട. ആരാണ് ജനിക്കുമ്പോഴേ പണത്തിന്റെ കിഴിയും കയ്യിലെടുത്തിട്ട് വന്ന് ഞാൻ പണക്കാരനാകുന്നു, ഞാൻ പണക്കാരനാകുന്നു, ജന്മനാ പണക്കാരനാകുന്നു? ആരാ വന്ന്? ആരെങ്കിലും വന്നിട്ടുണ്ടോ? അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചതാ. ഓരോന്നും എല്ലാ സംഗതി. അതുകൊണ്ടാ പറഞ്ഞത്, ഓന്റെ പഴയ ചരിത്രത്തെ വെച്ചിട്ട് മലക്കങ്ങോട്ട്, മലക്കാണെന്ന് ഇവന് മനസ്സിലായിട്ടില്ല, വേറെ സംഗതി. എനിക്കറിയടാ എന്നെ. അനന്തക്കും അബ്രസ യത്തസിറുക്കന്നാസ്, ജനങ്ങളൊക്കെ അറപ്പോടെയല്ലേ കണ്ടിരുന്ന്. അനക്ക് വരുമാനമില്ല, അനക്ക് നല്ലൊരു ജോലിയില്ല, കാണാൻ കൊള്ളുന്നൊരു പേഴ്സണാലിറ്റി ഇല്ല.
എന്നിട്ട് പരമദരിദ്രനും നാരായണനേക്ക് നടന്നിട്ട് ആളുകൾ എന്നെ ഫഖീറൻ ദരിദ്രനാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? അള്ളാഹുവാണ് എനിക്ക് തന്നത്, ഈ കണ്ടതൊക്കെ തന്നത് അള്ളാഹുവാണ് അല്ലേ? ഫഖാല, അപ്പോൾ പറഞ്ഞു, ഇന്നമാ വരിസ്തു ഹാദൽ മാല കാബിറൻ അൻ കാബിറൻ. ഹായ്, ആര് പറഞ്ഞു? ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ, പാരമ്പര്യമായിട്ടുണ്ടാക്കിയതാ, കാലങ്ങളായിട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, ഇതൊക്കെ വേറെ വഴിക്ക് കിട്ടിയത്. അങ്ങനത്തെ പടിയൊന്നും ഇതിന് നടന്നിട്ടില്ല. മനുഷ്യന്റെ ഒരു ധിക്കാരം നോക്കണങ്ങള്, ആരോടും പറയുന്നവന്റെ മാനസികാവസ്ഥ. ഇത് ഞാനായിട്ടുണ്ടാക്കിയതാ. ഇന്ത്യയിലെ വമ്പൻ മുതലാളിയാണ് അംബാനി. അറിയോ നിങ്ങള്? അംബാനിന്റെ പണി എന്തായിരുന്നു അറിയോ? ഒമാനില് മൂപ്പരെ പണിയെടുക്കാൻ പോയിരുന്നു. മാറവാടിയാണ്, ഗുജറാത്തിയാണ്. ഗുജറാത്തികൾക്ക് പൊതുവെ ഒരു കച്ചവടത്തിന്റെ ഒരു സാമർത്ഥ്യമുണ്ട്. ആ കച്ചവടം കണ്ടിട്ട് ബ്രിട്ടീഷുകാരുടെ കമ്പനിയിലെ പ്യൂണായിരുന്നു അയാൾ. അവിടെ മൂപ്പര് പണക്കാരൻ എങ്ങനെയായത് ഈ അടുത്തൊരു പ്രസിദ്ധീകരണത്തിലോ ആ പ്രസിദ്ധീകരണത്തിനെ കണ്ടുകെട്ടിട്ടോ. ഫ്രീ പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ജേർണൽ ഇറങ്ങിയിരുന്നു ഡൽഹിയിൽ നിന്ന്. ഫ്രീ പ്രസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ പണിയെടുത്തൊരു ജോൺ അബ്രഹാം പറഞ്ഞിട്ടൊരു ചങ്ങായി തുടങ്ങിയതായിരുന്നു ആ പത്രം. ആ ജോൺ അബ്രഹാം എന്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് നിന്ന് ഇറങ്ങി എന്നുള്ളത് വേറെ ചർച്ചാ വിഷയമാണ്. ബോംബെയിൽ ഡൽഹിയിൽ നടന്ന കോണാട്ട് പ്ലേസിൽ നടന്നൊരു സ്ഫോടനം ഉണ്ടായിരുന്നു. ആ സ്ഫോടനം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇയാൾ പഠിച്ചപ്പോൾ ശുദ്ധ തട്ടിപ്പാന്ന് മനസ്സിലായി. എഡിറ്റർമാർ അതിന് വസ്തുതക്കെ നിരക്കാത്ത കാര്യങ്ങൾ എഴുതുന്നു എന്നുള്ളതുകൊണ്ട് അവിടുന്ന് ഇറങ്ങിയാണ് മൂപ്പര് സ്വന്തം പത്രം ഇറങ്ങാൻ തീരുമാനിച്ചതാ. എന്നിട്ട് ആ പത്രം തുടങ്ങി. അതിലൊരു ലക്ക അയാളെ കൈകാര്യം ചെയ്തിരുന്നു. അംബാനി ദി പോളിസ്റ്റർ പ്രിൻസ്. അന്ന് പോളിസ്റ്ററിന്റെ കച്ചവടം തുടങ്ങിയിട്ടാണ്, തുണിക്കച്ചവടം തുടങ്ങിയിട്ടാണ് അംബാനി ഇന്ത്യയിൽ മുതലാളിയാവുന്നത്. അറിയപ്പെടുന്നത് ദി പോളിസ്റ്റർ പ്രിൻസ്, പോളിസ്റ്റർ രാജകുമാരൻ, പോളിസ്റ്ററിന്റെ രാജകുമാരൻ എന്ന പേരിലാണ് അംബാനി അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ. ആ ടൈറ്റിലാണ് ആ പുസ്തകത്തിന് തലക്കെട്ടും കൊടുത്തത്. എന്നിട്ട് അംബാനി എങ്ങനെയാണ് മുതലാളിയായത് എന്നുള്ളത് അതിലിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. 10-350 കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ട്, കള്ള കമ്പനി ഉണ്ടാക്കിയിട്ട്, ആ കമ്പനികളൊക്കെ ഗവൺമെന്റിനെ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചിട്ട് കാശ് പറ്റുക അയാള് അംബാനി. അറിയോ നിങ്ങള്? ഒരു 350ഓളം കമ്പനി അയാൾ ഉണ്ടാക്കുക. എന്നിട്ട് ഉദ്യോഗസ്ഥനെയും രാഷ്ട്രീയക്കാരനെയും ബാങ്കുകളെയും ബജറ്റ് മേധാവികളെയും ധനകാര്യമന്ത്രിമാരെയൊക്കെ സ്വാധീനിച്ചിട്ട് ഗവൺമെന്റിന്റെ പൊതുമണ്ഡലങ്ങളിലേക്ക്, പൊതുസമൂഹത്തിലേക്ക് ഒഴുകേണ്ട കാശ് ഇയാളുടെ വ്യത്യസ്തമായ ഫാക്കൽറ്റികളിലേക്ക്, പ്രൊജക്ടുകളിലേക്ക് ജനങ്ങളുടെ പണം കൊണ്ട് അയാൾ തന്നെ വളരെ സമർത്ഥമായി ഉദ്യോഗസ്ഥന്മാർക്കും കമ്പനികൾക്കൊക്കെ കാശ് കൊടുത്തിട്ട് വലിച്ചെടുത്ത് കൊണ്ടോ. അതിന്റെ പേരൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണില്ല എന്നിട്ട് ഏതായാലും ഇയാൾ പൈസ ഉണ്ടായത്. ഒമാനിൽ പോയിട്ട് ഇയാൾ പൈസ ഉണ്ടാക്കിയ കഥ പറയുന്നുണ്ട്. അപ്പൊ അന്ന് അവിടെ വെള്ളി നാണയാണ്. വെള്ളി നാണയം 10 പൈസന്റെ വെള്ളി നാണയം എടുത്ത് വെച്ചാൽ അതിന് 4 പൈസ കിട്ടും. കാരണം വെള്ളി നാണയം പൈസക്ക് 10 പൈസയെ വിലയുള്ളൂ. പക്ഷെ നാണയത്തിന് എന്തുണ്ട്? 10 പൈസയേക്കാൾ വില ഉണ്ട്. നമ്മളെ പഴയ 20 പൈസന്റെ ചെമ്പിന്റെ നാണയം ഉണ്ടായി നമ്മുടെ നാട്ടിലൊക്കെ. അതിന് 20 പൈസനേക്കാൾ വില കിട്ടും ആ ചെമ്പിന്റെ നാണയം കൊടുത്താൽ. അംബാനി ബുദ്ധിമാനായതുകൊണ്ട് എന്ത് പണിയെടുത്തു? കണ്ടമാനം ദിർഹമിന്റെ കാശ് എടുത്തു വെച്ചു എന്നാ പറയണത്. ചില്ലറ. പിന്നെ ഭൂമിയിൽ ചില്ലറ ഇട്ടാലില്ല, പല സ്ഥലത്തും അവിടെ ചില്ലറ ഇട്ടാലില്ല. അവസാനം ഇയാൾ അതവിടെ വെള്ളിക്ക് വിലക്ക് തൂക്കിക്കൊടുത്തു എന്നാ പറയണത്. വെള്ളി വിലക്ക് തൂക്കിക്കൊടുത്തു. അപ്പോ ഉണ്ടാക്കി വെച്ച ഈ കാശിന് സാധാരണ പൈസയേക്കാൾ വലിയ വില കിട്ടി. പൈസന്റെ വിലയല്ല അതിന് കിട്ടിയത്, കാരണം അത് വെള്ളി നാണയങ്ങളായിരുന്നു. അപ്പൊ അത് വെള്ളിയുടെ വിലക്ക് തൂക്കി വിറ്റപ്പോ പണ്ടത്തെ കാലാണ്, കുറച്ചൊക്കെ മുമ്പുള്ള 70-60കളിലൊക്കെയുള്ള സംഭവം. ആ കാശാണ് ഇയാളുടെ മൂലധനം എന്നാ പറയുന്നത്. അത് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പോളിസ്റ്റർ പ്രിൻസ് തുണിക്കച്ചവടം തുടങ്ങുന്നത്. അപ്പൊ പണ്ടില്ല. എന്നിട്ട് അവൻ വന്നിട്ട് നമ്മളോട് പറയണെന്ത്? ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഇന്നീ വരിസ്തു ഹാദൽ മാല കാബിറൻ കാബിറിൻ. ഞാൻ തന്നെ വഴിക്ക് വഴി പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയ പൈസയാണത്. ഫഖാല, അതിൽ മലക്കതിന് മറുപടി പറഞ്ഞു, ഇൻ കുൻത കാദിബൻ, എടാ ഈ പറയണതെങ്ങാനും കള്ളമാണെങ്കിൽ, നുണയാണെങ്കിൽ, ഫസയ്യറക അല്ലാഹു ഇലാ മാ കുൻത, ആദ്യ ജന്ത അവസ്ഥയിലാണ് ഉണ്ടായത്, അതേ അവസ്ഥയിലേക്ക് നിന്നെ അള്ളാഹു തിരിച്ചയക്കട്ടെ. പണ്ടിച്ച് തുടങ്ങുമ്പോ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഇപ്പറഞ്ഞത് നുണയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന്. ഓൻ അങ്ങോട്ട് തന്നെ പോയി എന്നാണ് പോക്ക്. അത് വേറെ ചരിത്രം. രാജാക്കന്മാരും ബാബറിന്റെ കുടുംബക്കാരൊക്കെ എവിടെ? ഇപ്പോ അക്ബറിന്റെ കുടുംബക്കാരൊക്കെ, ഔറംഗസീബിന്റെ കുടുംബക്കാരൊക്കെ എവിടെ? അലക്സാണ്ടറിന്റെയൊക്കെ കുടുംബക്കാരെവിടെ? ഫിറോന്റെ കുടുംബക്കാരെവിടെ? വലിയ വലിയ തറവാട്ടുകാർ, വലിയ വലിയ രാജവംശങ്ങൾ, സമ്പത്ത് കൊണ്ട് ഹോളി കളിച്ചവർ, ലോകത്ത് വലിയ വലിയ നാഗരികതകൾക്ക് തുടക്കം കുറിച്ചവർ, ആ അധികാരങ്ങളുടെയും അടയാളങ്ങളുടെയും ഹുങ്ക് പ്രകടിപ്പിച്ചവർ, ഇവരൊക്കെ എവിടെ? നിങ്ങൾക്കറിയാം, ബാബർ ഇന്ത്യയിലെ ഏറ്റവും, ഞാനും കൂടെ ഇപ്പോൾ സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കും ഈ ബാബറി മസ്ജിദിട്ട്. ബാബറിന്റെ കുടുംബക്കാരൊക്കെ എവിടെ വരൊക്കെ? എടാപ്പ മൂത്താപ്പ തറവാടും കുടുംബവും രാജവംശവും മംഗോളിയരൊക്കെ എവിടെ? ബാബർ വന്നത് മംഗോളിയത്, ചെങ്കിസ് ഖാൻ, തിമൂർ, അലക്സാണ്ടറേക്കാൾ വലിയ പടനയോട്ടം യൂറോപ്പിനെയും പശ്ചിമേഷ്യയെയും ഒക്കെ വറപ്പിച്ച് ആഫ്രിക്കയെയും ഒക്കെ കടന്ന് ഉള്ളം കയ്യിലിട്ട് അമ്മാനാടെയാളാ തിമൂർ, ചെങ്കിസ് ഖാൻ. എവിടെ നിന്ന് മംഗോളിയ? അതിന്റെ രാജാക്കന്മാരെവിടെ?
അവരുടെ പരമ്പരകൾ എവിടെ? അവരുടെ കുടുംബങ്ങളും തറവാടും ഒക്കെ എവിടെ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരിക്കണം. അപ്പൊ പണം, അധികാരം, സമ്പത്ത്, പദവി ഇതൊക്കെ അല്ലായിരുന്നോ കയ്യില്? എവിടേക്കാണ് ഇവർ തിരിച്ചുപോയത്? എന്തിലേക്കാണ് ഇവർ തിരിച്ചുപോയത്? എന്താ വരെ തെരഞ്ഞെടുപ്പ് കിട്ടാത്ത നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങളെ കയ്യിലുള്ള പണം കൊണ്ടൊക്കെ നടക്കുന്നു? നമ്മളൊക്കെ കാലാകാലം ഞാൻ ഉണ്ടാവും, എന്റെ മക്കളുണ്ടാവും, മക്കളെ മക്കളുണ്ടാവും, മക്കളെ 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 അങ്ങനെയല്ലേ കിടക്കൂട്ടുന്നത്? ആരാ നിങ്ങളോട് ഇത് പറഞ്ഞത്? ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നു? ഒരിക്കലുമില്ല സഹോദരന്മാരെ, ഒരു സംഗതിയില്ല. അതുകൊണ്ടാ പറഞ്ഞത് അള്ളാഹു നിന്നെ കൈകാര്യം ചെയ്യും. ഇത് നുണയാണ് പറഞ്ഞതെങ്കിൽ ഇത് മറ്റവന്റെ അടുത്തും പോയി, കസണ്ടിക്കാരന്റെ അടുത്തും പോയി, ഓനും ഇതേ മറുപടിയാ പറഞ്ഞത്. എന്നാ ഞാൻ എന്റെ അവസ്ഥയ്ക്ക് പോട്ടെ എന്ന് പറഞ്ഞു. മൂന്നാമത്തിന്റെ അടുത്ത് പോകുന്നു, ആട്ടിടെ ഈ കണ്ണ് കാണാൻ കഴിയാത്തന്റെ അടുത്ത് പോയി, ഓന്റെ അടുത്ത് ചെന്നു. എന്താ എന്റെ വർത്താനം എന്ന് ചോദിച്ചു. എങ്ങനെയാ എനിക്കത് കിട്ടിയെന്ന് ചോദിച്ചു. ഓൻ പറഞ്ഞു എനിക്കൊന്നുമില്ലായിരുന്നു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എടുത്തോ, ഞാൻ ഒന്നുമില്ലാതെ വന്ന ആളാ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഇത് അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിപ്പോയതാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എത്രനാ വേണ്ടത്? നിങ്ങൾ കൊണ്ടേക്കോ, എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കണ്ണുപൊട്ടൻ, കണ്ണ് കാണാത്തവൻ മാത്രമാണ് ഈ മഹാപരീക്ഷണത്തിന്റെ രംഗവേദിയിൽ വളരെ മനോഹരമായി. അതാണ് മനസ്സിന്റെ വളർച്ച, അതാണ് മനസ്സിന്റെ വളർച്ച, അതാണ് കഴിവിന്റെ വളർച്ച, ഹൃദയത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഇന്ന് വികാസമുണ്ട്, ഇതിനൊഴികെ മനസ്സിനൊഴികെ ബാക്കിയൊക്കെ തടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ മലക്കവനോട് പറഞ്ഞു, നിന്നെയും അല്ല പരീക്ഷിച്ചതാ, എനിക്ക് പണമൊന്നും വേണ്ട, നീ എന്നെ എടുത്തോ, നീ എന്നെ കൈകാര്യം ചെയ്തോ. പക്ഷെ അള്ളാഹു നിന്നിൽ തൃപ്തനായിരിക്കുന്നു. നിന്റെ രണ്ട് സഹപ്രവർത്തകർ മറ്റോരില്ലേ, അവരുടെ കാര്യത്തിൽ അള്ളാഹു കോപത്തിന് അവരെ വിധേയമാക്കിയിരിക്കുന്നു, കോപത്തിന് അള്ളാഹു വിധേയമാക്കിയിരിക്കുന്നു. ഇത് വലിയ കാര്യം തന്നെയാണ്. ലോകത്തുള്ള എല്ലാ മുതലാളിമാരും ഞാനും നിങ്ങളൊക്കെ ഇനിയിപ്പോ പൈസന്റെ കാലാണ് വരാൻ പോണത്. ഇഷ്ടം പോലെ പണം, കാരണം ഭൂമിയിലെ വിഭവങ്ങളൊക്കെ കുത്തിയെടുത്ത് പുറത്തേടിക്കൊണ്ടിരിക്കുക. കൽക്കരിയും സ്വർണവും ഖനിയും എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ പരന്നൊഴുകുകയാണ് ലോകം മുഴുവൻ. ഖിയാമത്തിന്റെ അലാമത്തായിട്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാലം വരും നിങ്ങൾ സക്കാത്തും സ്വതക്കേറ്റൊക്കെ നടന്നാൽ കൊടുക്കാൻ ആളുണ്ടാവില്ല, എല്ലാരും കൊടുക്കണോലേക്കും, എല്ലാവരുടെ കാര്യത്തിലും പൈസ ഉണ്ടാവും. അത് ധാർമ്മിക പുരോഗതിയുടെ മാനദണ്ഡമല്ലാതെ, സാമൂഹിക പുരോഗതിയുടെ മാനദണ്ഡമല്ലാതെ, മറിച്ച് തെറ്റായ വഴികളിലൂടെ, കെണിഞ്ഞ വഴികളിലൂടെ, വളഞ്ഞ വഴികളിലൂടെ, വളരെ അപകടകരമായ രീതിശാസ്ത്രങ്ങളിലൂടെ ഓരോരുത്തന്റെ കയ്യിലും സമ്പത്ത് വന്ന് പെരുകും. ഇപ്പൊ എനിക്ക് തോന്നുന്ന ആ കാലാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാവും. പിന്നെ ഖിയാമത്തിന്റെ അലാമത്തൊക്കെ പറഞ്ഞു കൊടുത്ത് വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ റസൂല്, ചെരുപ്പിന്റെ എന്താ കാലുമ്മ ചെരുപ്പിടാൻ പറ്റാത്തവൻ എന്ത് ചെയ്യും? വലിയ കെട്ടിട നിർമ്മാണം നടത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്വന്തമായി കാലുമ്മ ചെരുപ്പിടാൻ വകല്ലാത്തവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ഞാൻ പറയാം, അത് നമ്മളെ നാട്ടിൽക്കൊക്കെ പറ്റും, എനിക്കൊക്കെ പറ്റും. അത് ഇർബദാത്തുൽ ഇമാദ് അല്ലതീലം യുഖ്ലഖു ബിദ്ർഹാ ഫിൽ ബിലാദ് വസമൂദല്ലദീന ജാബു സഖറ ബിൽ വാദ്. സൂറത്തുൽ ഫജ്ർ എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തുണ്ട് ഖുർആനില്. വലിയ നാഗരികതകൾ, വലിയ ഭരണകൂടങ്ങൾ, വലിയ സാമ്രാജ്യങ്ങൾ, വലിയ തമ്പുരാക്കന്മാർ തകർന്നടിഞ്ഞു പോയതിന്റെ ചരിത്രമാണത്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വതർ എന്നിട്ട് പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കാലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദിനെന്താ ചെയ്തതെന്ന് നീ കണ്ടില്ലേ? മംഗോളിയരെ എന്ത് ചെയ്തു, ഫ്രഞ്ചുകാരെ എന്ത് ചെയ്തു, മെസൊപ്പൊട്ടോമിയക്കാരെയും ഈജിപ്ഷ്യൻ സംസ്കാരക്കാരെയും ഫറോവക്കാരെയും ഒക്കെ എന്ത് ചെയ്തു, ഇന്നലകളിലെ വലിയ വലിയ തലതൊട്ടപ്പന്മാരൊക്കെ. അതാ ചോദ്യം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. വമ്പിച്ച കെട്ടിടങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന കെട്ടിടങ്ങൾ, കണ്ടു നിൽക്കുന്നവന് അത്ഭുതം തോന്നിപ്പിക്കുമാറുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവർ. ഇറമദാത്തിൽ ഇമാദ് വസമൂദല്ലദീന ജാബു സഖറ ബിൽ വാദ്. പാറകൾ തുറന്ന് വലിയ വലിയ ഭവനങ്ങൾ ഉണ്ടാക്കിയ സമൂദ്, വലിയ വലിയ ഭവനങ്ങൾ ഉണ്ടാക്കിയ സമൂദ്. ഇപ്പൊ നമുക്ക് മാറ്റി പറയാം, കടല് നികത്തി കരയുണ്ടാക്കുന്ന UAE. ഇങ്ങനെയൊക്കെ പറഞ്ഞൂടെ നിങ്ങൾക്ക്? കടല് നികത്തി കരയുണ്ടാക്കുന്ന UAE എന്ത് ചെയ്യുമല്ല? കര നികത്തി കടലുണ്ടാക്കുക, കടല് തൂർത്തിട്ട് കരയുണ്ടാക്കുക, കര കൊണ്ടുപോയിട്ട് കടല് തൂർക്കുക. ഇതൊക്കെ ചെയ്തവരെ എന്ത് ചെയ്തു? ബുർജ് ഖലീഫ മുതൽ വലിയ വലിയ അമ്പര ചുംബികൾ. ഇതൊക്കെ പറയാം കേട്ടോ. ഓല പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത് ഫഅമ്മൽ ഇൻസാൻ. മനുഷ്യന്റെ കഥ ഭയങ്കര രസമാണ്. ഇദാ ഫബതലാഹു റബ്ബുഹു ഫഅക്രമഹ്. അവന് നന്നായിട്ട് ഞാൻ കൊടുത്തു, ഇഷ്ടം പോലെ കൊടുത്തു. വ്യക്തിക്ക്, സമൂഹത്തിന്, രാഷ്ട്രങ്ങൾക്ക്, തറവാടുകൾക്ക്, കുടുംബങ്ങൾക്ക് നാം കൊടുത്തു. ഫഅമ്മൽ ഇൻസാന ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു. അപ്പം ഭയങ്കര ഹാപ്പിയാ. അവന്റെ പള്ളി, അമ്പലവും, ചർച്ചും, പാർട്ടിയും, ഓഫീസും, പങ്കടനവും, പരിപാടിയും ഒക്കെ വളരെ ഗുമ്മായിട്ടും പറയും, അല്ലാഹ് ഞങ്ങളെ പ്രത്യേകമായി പരിഗണിച്ചിട്ടുണ്ട്. രാഷ്ട്രാന്തരീയ വർത്താനത്തിലൊക്കെ അത് കൂടുതൽ കാണുക. ഒബാമ പറയുമ്പോ എല്ലാത്തിനും ഒരു പവർ ഉണ്ടാവും. എന്താ കാരണം? കാശുണ്ട്.
സമ്പത്തുണ്ട്, സൈനികവും സാമൂഹികവും വിദ്യാഭ്യാസവും ഒക്കെ അല്ല എന്തോന്ന് കൊടുത്തു എന്നല്ലേ പറയണതിന്റെ അർത്ഥം. സാമൂഹിക രംഗത്ത് വളരാനും വികസിക്കാനും ഉന്നതമായ പദവികളിൽ പരിലസിക്കാനുള്ളത് അവർക്ക് കൊടുത്താൽ. കാരണം ഞങ്ങൾ വഖാല റബ്ബി അക്രമൻ, അല്ലാഹു ഞങ്ങളോട്, ദൈവം, ഈശ്വരൻ, ഭഗവാൻ, കർത്താവ് ഞങ്ങളോട് ഔദാര്യം ചെയ്തിരിക്കുന്നു. നരേന്ദ്രമോദിയും കൃത്യമായിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകം പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു. അപ്പൊ നന്ദി തന്നെ, ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ജയിക്കുന്നുള്ളത്. ഫാഖറമൻ, ദൈവം തമ്പുരാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു, എന്തെന്നില്ലാത്തവണ്ണം തെരഞ്ഞെടുത്തു. ഇതാണ് ഇവരുടെ മനസ്സ്. ഇത് സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ അവസാനം ഇന്ത്യങ്ങളെ എടുത്ത് മനസ്സെത്തുമ്പോഴും ഞാനും കൂടി ഈ പൊസിഷനിലാണ് നിൽക്കുന്നത്. എന്താ നമ്മളെ മനസ്സ്? എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. ഹായ് ഉഷാറായി, എല്ലാം നമ്മൾ വിചാരിച്ച മാതിരി തന്നെ. എന്നിട്ട് അള്ളാഹിന്റെ മറുപടിയാണ് അമ്മ അങ്ങനെയല്ല, ഇതാ മബ്തലാഹു റിസ്ഖഹു ഫഖദറ അലൈഹി റിസ്ഖഹു, അവനെ നാം പരീക്ഷിക്കാൻ തീരുമാനിച്ച് കുറച്ചു കൊടുത്ത്, കൊടുക്കല് കുറച്ചു, അല്ലെങ്കിൽ കൊടുത്തത് കുറച്ച്. അപ്പൊ എന്തായി? ഫഖാല റബ്ബി അഹാനൻ, ഇതെന്ത് പണിയാ അല്ലാഹു ചെയ്ത്? എന്നെ നിന്ദിച്ചു, എന്നെ നിരാകരിച്ചു, എന്നെ അപമാനിച്ചു, എന്നെ വഷളാക്കി. എനിക്കായിട്ടൊന്നും അവൻ നീക്കിവെച്ചില്ല ഓരോ പരീക്ഷണങ്ങളിലും. എന്നാണ് ഞാൻ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഒരു സുഹൃത്തിപ്പോ ആരപ്പോ പറഞ്ഞു, എനിക്ക് ഓർമ്മട്ടില്ല. ആദ്യം നല്ല രോഗം വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾക്ക് ഇപ്പോ ആദ്യം നിസ്കരിക്കുന്ന പോലും ചെയ്യുന്നു. കുറച്ചൊരു രോഗം വന്നപ്പോ പിന്നെ അതൊന്നുമില്ല. മുപ്പരാകെ ഡെസ്പായിരിക്കുന്നു എന്നാ പറയണത്, ആകെ വീണുപോയിരിക്കുന്നു. എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടിട്ട് മൂപ്പർക്ക് നിരാശ വന്നിട്ട് പിന്നെ നിസ്കാരമൊന്നുമില്ല. അല്ല എന്നോട് ഇത് ചെയ്തല്ലോ, ഇതെന്ത് അക്രമം എന്നോട് ചെയ്ത്? ഞാൻ പണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയാണല്ലോ വന്നത്. പഴയ കാലത്ത് ഞാൻ അങ്ങനെ നമ്മുടെ പരീക്ഷണങ്ങൾ ഇരുതലമൂർത്തുള്ളതാ. അതെപ്പോഴും നമ്മൾ തിരിച്ചറിയണം. നൽകും, നൽകാതിരിക്കും, നൽകിയത് തിരിച്ചെടുക്കും, തിരിച്ചെടുത്തത് വീണ്ടും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഒക്കെ അള്ള കളിക്കും. എല്ലാ പരീക്ഷണങ്ങൾക്കും അത് നിങ്ങളെ വിധേയാക്കും. അതാണല്ലോ ജീവിതം. ഇമ്മാ ഷാക്കിറം ഇമ്മാ കഫൂറ. എന്താണോ നീ? പണ്ട് പാട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിതം. പഴയ നാടകാനാ 1970 60 നമ്മളൊക്കെ അന്ന് നല്ല പാട്ടുകളൊക്കെ ഇറങ്ങലുണ്ടായിരുന്നു. കുറച്ച് ഇപ്പത്തെ പാട്ട് മാതിരി ഒന്നുമില്ല, ആശയോർത്തൊക്കെ ഉണ്ടാവും. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിത ഭാരം, ചുമലിൽ ജീവിത ഭാരം, വഴിയറിയാതെ മുടന്തി നടക്കണ വിധിയുടെ മലിമൃഗങ്ങൾ. അതന്ന് നിരീശ്വരത്വ മാർക്സിസവും നിരീശ്വരത്വമൊക്കെ ഹിപ്പിസമൊക്കെ കയറിയൊരു കാലാണ് ആ പാട്ടൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് ജീവിതം ചുമലിൽ വിധിയറിയാതെ മുടന്തി നടക്കും, എന്താ വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ. വിധിയുടെ ബലിമൃഗങ്ങൾ നമ്മളൊക്കെ ആരോ തൊളിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ. ഞങ്ങൾക്ക് വഴി. പക്ഷെ ഇത് ഇസ്ലാം സ്വീകരിക്കണില്ല. ഇസ്ലാം വഴി കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. ബലിമൃഗമല്ല നീ, നിനക്ക് ഉന്നത പദവിയിലേക്ക് വരാം. ആരുടെ മുമ്പിലും കഴുത്ത് വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കഴുത്ത് അള്ളാന്റെ മുമ്പിൽ മാത്രം വെച്ചാൽ മതി. സുജൂദ് ആരുടെ മുന്നിലും വിധിയുടെ കല്ലിൽ ബലിയായി തീരുന്നതിന് പകരം സ്വന്തം ശരീരത്തെ അഭിമാനത്തോടുകൂടി അള്ളാന്റെ മുമ്പ് അവിടെ വെക്കാത്ത ശരീരം എല്ലാരും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ തലയിൽ വിധിയുടെ ബലി വെക്കും, നിങ്ങളെ ബലിക്ക് വിധേയമാക്കും. അള്ളാന്റെ മറുപടി ഉണ്ട്. വഴി അറിയാതെ മുടന്തി നടക്കണ്ടാങ്ങള്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. രണ്ട് വഴി നന്മയുടെയും തിന്മയുടെയൊക്കെ വഴി എന്റെ മുമ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നീ തെരഞ്ഞെടുത്തോ. വഴിയറിയാതെ മുടന്തിയിട്ട് എവിടേക്ക് പോകണം. ഞാൻ പണ്ടങ്ങനെ പറഞ്ഞതാ. അങ്ങനത്തെ ഒരു കാലം, അങ്ങനത്തെ ഒരു ലോകമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആളുകൾ പോവുക. എന്നിട്ട് ജീവിതം പരീക്ഷണമാണ്. ഒരിടത്ത് മരിക്കുന്നു, ഒരിടത്ത് ജനിക്കുന്നു, ഞമ്മക്കൊന്നും അറിയില്ല. ഇതിനല്ല വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ജീവിതം ഇതാണ്. കയറ്റവും ഇറക്കവും കുണ്ടും കുടിയും മഞ്ഞുകാലവും വസന്തകാലവും ഒക്കെ വരും. പക്ഷെ നിങ്ങളുടെ മനസ്സെവിടെ നിൽക്കുന്നു? നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു പ്രശ്നങ്ങളെ? അല്ലാഹുവിന് നിങ്ങൾ എന്ത് കൊടുക്കുന്നു? ഇന്നൽ ഇൻസാന ഖുലിക ഹലുവ. മനുഷ്യൻ അക്ഷമനാണ്, വലിയ അക്ഷമനാണ്, വെപ്രാളം കാണിക്കാണ് അവൻ, വളരെ ഹറിബറിയാകുന്നു അവൻ. വഇദാ മസ്സഹുൽ ഖൈറു മനുഅ. ഓനെ വല്ലതൊക്കെ കിട്ടിയാൽ അവൻ തടഞ്ഞു വെക്കും. വല്ലതൊക്കെ കിട്ടിയാൽ ഒരു മനുഷ്യനും കൊടുക്കൂല, ഒരു മനുഷ്യനും വിട്ടുകൊടുക്കൂല. അമേരിക്കന്റെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ ലോകത്തിന് കിട്ടൂല, അത് നമ്മൾ കിട്ടണ്ട. ഓൻ വിചാരിക്കണം ഓന്റെ സമ്പത്തുകൊണ്ട് എങ്ങനെ ഇവിടെല്ലാം കൂടി അങ്ങോട്ട് ഉണ്ടാകാൻ പറ്റുന്ന. അതിനാണ് ആണവ കരാറും മറ്റേ കരാറും ഉദ്യോഗസ്ഥന്മാരും മേധാവികളും പ്രസിഡന്റും ഒക്കെ ഇവിടെ വരുന്നത്. അല്ലാതെ ആഫ്രിക്കന്റെ പട്ടിണി മാറാനല്ല ആഫ്രിക്കയിലേക്ക് വരുന്നത്. ലോകത്തിന്റെ സമ്പത്ത് ഓരോരുത്തരും അങ്ങനെ തടഞ്ഞു വെക്കും. നിങ്ങൾ അതിന്റെ മറ്റു മാനടയിലേക്ക് ഞാൻ പോകുന്നത്. ആഗോളീകരണം എന്നൊക്കെ പറയും. എന്താ ആഗോളീകരണം ഈ പറയുന്നത്? ആഗോളീകരണം ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ആഗോളീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ദാരിദ്ര്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗോളീകരണത്തിന്റെ ക്രമത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? ലോകത്തിലെ സമ്പത്ത് എല്ലാവർക്കും കൊടുക്കണം, അതല്ലേ സോഷ്യലിസം? എവിടെയാണ് അങ്ങനത്തെ ഒരു സോഷ്യലിസം? ലോകത്തെ ഏത് രാഷ്ട്രവും ഏത് ഭരണാധികാരിയും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? എവിടെയില്ല. ആഫ്രിക്ക പട്ടിണി തന്നെ, ഇന്ത്യയിലെ കർഷകര് ദുരന്തത്തിൽ തന്നെ, ഇന്ത്യയിലെ ദലിതുകളും ആദിവാസികളും ഒക്കെ പിന്നോക്കക്കാരന്നെ. അവർക്ക് എണീച്ചു നിൽക്കാനും നടക്കാനും കുടിക്കാനും തിന്നാനും ഉറങ്ങാനും ഒന്നും സ്ഥലമില്ല. ഞാനിപ്പോ ഈ അടുത്ത 2-3 ഭൂസമരങ്ങളും ഈ ഭൂമിയില്ലാത്ത ആളുകളുടെ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ശരിക്കും കണ്ണിൽ വെള്ളം നിറഞ്ഞത്.
3.5 ലക്ഷം കുടുംബങ്ങളുണ്ടെന്നാ കേരളത്തില് ഭൂമിയില്ലാത്തവര്. അറിയാം നിങ്ങൾ, 3 ലക്ഷം കുടുംബങ്ങൾ. ഭൂമിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ഓൽക്ക് വീടില്ല, നിൽക്കാൻ വീടില്ല, നിൽക്കാൻ സ്ഥലമില്ല. ഈ വന്ന സദസ്സാണ് നമ്മൾ അവിടെ പറഞ്ഞല്ലോ, സദസ്സിന്റെ കൂടി ഇങ്ങനത്തെ സദസ്സല്ല, വേറെ സദസ്സായിരുന്നു. പക്ഷെ ആ കൂടിയ സദസ്സ് പിന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും 65 വയസ്സ്, 70 വയസ്സ്, 45 വയസ്സ്, 50 വയസ്സൊക്കെ ഉള്ള ആളുകളാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഓൽക്ക് 3 സെന്റ് ഭൂമി കൊടുക്കാമെന്ന് സർക്കാർ പറയുന്നുണ്ട്. അതെവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നതാണ് ഇവര്. എങ്ങനെ കിട്ടുമെന്ന് അന്വേഷിച്ച് ഞാൻ പ്രശ്നമെല്ലാം പറയണത്, ഈ മനുഷ്യർ ഈ 70 വയസ്സ് എങ്ങനെയായിരിക്കും ആ മനുഷ്യൻ കഴിഞ്ഞുകൂടിയിട്ടുണ്ടാവുക? 65, 50 എത്തിയ ഈ മനുഷ്യന് അഭിമാനത്തോടുകൂടി ഒരു തലചായ്ക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടാവുമോ? സ്വന്തമായി ഭൂമിയില്ലാത്ത, സ്വന്തമായി വീടില്ലാത്ത ഒരു മനുഷ്യന്റെ അസ്തിത്വവും വ്യക്തിത്വവും അഭിമാനവുമൊക്കെയാണ് അയാൾക്കൊരു ഭൂമി, അയാൾക്കൊരു വീട് എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ 3.5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. മറുപുറം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 11 ലക്ഷം പേരുണ്ടാക്കി അടച്ചിട്ടിട്ടുണ്ട് മലയാളി, വളരെ സമർത്ഥമായിട്ട്. അവിടേക്ക് നമ്മൾ പറഞ്ഞ് 11 ലക്ഷം പേരുണ്ടാക്കിയിട്ട് എന്നിട്ടിപ്പോ പുതിയ വീടിന്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. സമൂദും ആദും ഫിറഔനും ഒക്കെ നടത്തിയതുപോലെ അമ്പരചുംബികളുടെ അത്ഭുത പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാളി വീട് നിർമ്മാണത്തിൽ. ആദ്യം സൗദി നടത്തി, ഗൾഫ് രാജ്യങ്ങൾ നടത്തി. പൊളപ്പ്, സമ്പത്തിന്റെ പൊളപ്പ്, സ്റ്റേഡിയങ്ങളും എയർപോർട്ടുകളും അണക്കെട്ടുകളും ഒക്കെ ഇതിൽ വരും. ജനം പട്ടിണിയിലും ദാരിദ്ര്യത്തിലും തിങ്ങി താമസിക്കുമ്പോ വികസനത്തിന്റെയും ആഡംബരത്തിന്റെയും പൊതു ആവശ്യങ്ങളുടെയും ചെലവിലും മറവിലും നിന്നിട്ട് ജനങ്ങളുടെ കാശ് കൊണ്ട് കൃത്രിമമായ ഹുങ്കിന് വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ദുർവ്യയങ്ങൾ മുതൽ വമ്പൻ രാഷ്ട്രങ്ങളും കോർപ്പറേറ്റുകളും ചെലവഴിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ഡോളറുകൾ, ബില്യൺ കണക്കിന് ഡോളറുകൾ സാമൂഹിക പുരോഗതിക്ക്. അതാ പിന്നെ ആ സൂറത്തുൽ ഫജറിൽ തന്നെ അതിന്റെ താഴെയുള്ള അതാ ഈ ആദും ഇറമദാത്തും ഒക്കെ പൊളിയാനുള്ള കാരണം എന്താ? ഖല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, അനാഥകളെ പരിഗണിച്ചില്ല അവർ. വലാ തഹാല്ലൂന അലാ തആമിൽ മിസ്കീൻ, അഗതികളെയും പട്ടിണിക്ക് കിടക്കുന്നവരെയും ഒന്നും അവർ പരിഗണിച്ചില്ല. എന്നിട്ട് അല്ലാഹ് പറയാ, വേണ്ട, നിങ്ങൾ പരിഗണിക്കണ്ട. ഖല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക, നിങ്ങളൊക്കെ ഈ സമ്പാദിച്ചു കൂട്ടിയതും നിങ്ങൾ മോടി മത്സരിച്ച് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, തകിടം മറിയുകയും തകർന്ന് തരിപ്പടമാവുകയും സകലതും സർവനാശത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസം. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക, ഭൂമി പൊളിയും. ഈ ഭൂമിയിലുള്ള സമ്പത്തിനും അതിന്റെ മുകളിൽ നിൽക്കാനുള്ള നിങ്ങളുടെ അസ്തിത്വത്തിനും വേണ്ടിയാ നിങ്ങളെ കണ്ട പടാപാട് മുഴുവൻ പാടുന്നത് ഈ ഭൂമി. എന്നിട്ട് അല്ലാഹു പറയാ, വജാ റബ്ബുക വൽ മലകു സഫൻ സഫ, അവസാനം അല്ലാഹും വരും, അല്ലാഹും അവന്റെ മാലാഖമാരും വരി വരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ. വജീഅ യൗമഇദിൻ ബിജഹന്നം, പ്രശ്നം അള്ളി മലക്കാളും വരുന്നതല്ല, നരകം. വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തിനെയും കൊണ്ടുവരുന്നു. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അപ്പോഴാണ് അലക്സാണ്ടർ ചിന്തിക്കുന്നത്, നെപ്പോളിയൻ ചിന്തിക്കുന്നത്, ബാബർ ചിന്തിക്കുന്നത്, ഔറംഗസീബ് ചിന്തിക്കുന്നത്, നരേന്ദ്രമോദിയും ഒബാമയും ബുഷും റീഗനും ഭരണാധികാരികളും വ്യക്തികളും കുടുംബങ്ങളും രാഷ്ട്രങ്ങളും ഒക്കെ ചിന്തിക്കുന്നത്, എന്താ ഞാൻ ചെയ്ത്? യതദക്കറുൽ ഇൻസാനു മാ സആ യാ അന്നാ ലഹു സിക്റ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. ജീവിതത്തിന്റെ പൊരുളിനെക്കുറിച്ച്, എവിടെ തുടങ്ങി എവിടേക്ക് പോകുന്നു, എന്തായിരുന്നു ജീവിതം, ഞാനെന്തിന് ചെലവഴിച്ചു? അപ്പോഴാണ് ദോല മാത്രം കഥയില്ല കേട്ടോ, ഞാനുങ്ങളൊക്കെ ഇങ്ങനെ തന്നെ. അള്ളാഹിന്റെ ഈ വിചാരണയുടെ കോടതിയിൽ വരുമ്പോഴാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തിന്, എങ്ങനെ, എത്രത്തോളം, എങ്ങനെ നിലപാട് സ്വീകരിച്ചു എന്നവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിലപാടിന് പ്രസക്തിയില്ല, നിങ്ങൾക്ക് പ്രയോഗിക്കാൻ അവസരമില്ല, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ഓപ്ഷനില്ല, നിങ്ങളുടെ കയ്യിൽ ഒരു റിമോട്ടും ഇല്ല. ഇപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം? മുടിഞ്ഞു, നിന്റെ എല്ലാ അവസരവും കഴിഞ്ഞു, ബാക്കി പിന്നെ അല്ലാഹ് പറയാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ആ കുടിക്കണ വെള്ളം മുതൽ വലിയ ജീവിതത്തിൽ എത്ര അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ കിട്ടിയോ അത്രയും അള്ളാന്റെ മുമ്പിൽ നമ്മൾ കൂടുതൽ പരീക്ഷിക്കപ്പെടും. എത്ര അനുഗ്രഹങ്ങൾ അനുഭവിച്ചോ ആസ്വദിച്ചോ അത്രയും ബാധ്യത കൂടും, അത്രയും ബാധ്യത കൂടും. അതുകൊണ്ട് മാനസ ശുക്റും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനുമാണ്. നേരത്തെ പറഞ്ഞ വെള്ളപ്പാണ്ടുകാരനും കഷണ്ടിക്കാരനും ബാധിച്ച എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്ന് മറന്നിട്ട് ഞാനും നിങ്ങൾ മകപ്പെടാൻ പാടില്ല. നമുക്കിപ്പോ തോന്നുന്നു ഇതൊക്കെ ഭയങ്കര സുഖമാണ്, നമുക്കൊക്കെ കിട്ടിയത് വെച്ചിട്ട് നമ്മൾ ജീവിക്കുമ്പം. ഒരു ചെറിയൊരു ഹദീസ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിലും സ്വർഗത്തിലും എത്തിയിട്ടു ഒരാളെ അള്ളാഹു നരകത്തിലിടും. നരകത്തിലിട്ടിട്ട് അതിനെ പൊന്തിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, അനക്ക് ദുനിയാവിൽ വല്ല സുഖവും കിട്ടിയിരുന്നു? എന്ത് സുഖം? ഒരു സുഖവും എനിക്ക് കിട്ടിയിട്ടില്ല.
കാരണം നരകത്തിന്റെ മുമ്പിൽ ദുനിയാവിലെ ഒരു സുഖവുമില്ല. നമ്മൾ വിചാരിക്കണതല്ലേ വലുതെന്ന്. ഈ ദുനിയാവിലെ സുഖങ്ങളാണ് വലുതെന്നല്ലേ. ഒരു ദിവസത്തെ നരകത്തിലെ വാസമുണ്ടല്ലോ, കടന്നുറങ്ങല്. ദുനിയാവിലെ എല്ലാ സുഖങ്ങളും നഷ്ടമാണ് നിങ്ങൾക്ക്, ഒരു സുഖമില്ല. അതാ അവനോട് ചോദിച്ചത്, ദുനിയാവിന് എനിക്ക് സുഖം കിട്ടിയിട്ടില്ലടോ. വലിയ വലിയ നന്നായിട്ട് ജീവിച്ച നിങ്ങളോട് അള്ള ചോദിക്കുക, ദുനിയാവിലെ സുഖമല്ല, എന്ത് സുഖം റബ്ബേ. ഒരു വേദന വന്നാൽ എല്ലാ സുഖവും പോയി. നരകം അതാണ്. സ്വർഗത്തെ കിടക്കണമെന്ന് പിടിച്ചിട്ട് അള്ള ചോദിക്കുന്ന, അനക്ക് ദുനിയാവിൽ വല്ല വിഷമമുണ്ടായിരുന്നടാ? എന്ത് വിഷമല്ല, ഒരു വിഷമവുമില്ല. ഈ കനലുമ ചവിട്ടി ജീവിച്ച സത്യവിശ്വാസികൾ, വിപ്ലവകാരികൾ, പോരാട്ടം നടത്തിയവർ, സഹിച്ചവർ, ത്യജിച്ചവർ, ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവർ, പ്രവാചകന്മാർ, ദുനിയാവിൽ അവർക്ക് കഷ്ടപ്പാടന്നെയ. ഓനോട് അള്ള ചോദിക്കണം, അനക്ക് സ്വർഗത്തിലിട്ടിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ല ഇടങ്ങേറുണ്ടായിരുന്നോ? ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഭൂമിയിലെ ജീവിതം എന്ത്, അതൊന്നും ഓർക്കാൻ തന്നെ ഒരു നിമിഷം പോലും. അത്രമാത്രം സുഖങ്ങളുള്ള സ്വർഗം, ദുനിയാവിലെ സകല സുഖങ്ങളെയും വിസ്മരിപ്പിക്കുന്ന നരകം, ദുനിയാവിലെ സകല വിഷമങ്ങളെയും മറപ്പിക്കുന്ന സ്വർഗം. ഇതിലേതാ വേണ്ടത്? വ്യക്തിപരമായിട്ട് തീരുമാനിക്കുക. നിങ്ങളെ ഞാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഞാനും രക്ഷപ്പെടില്ല, ആരും രക്ഷപ്പെടില്ല. അവനവൻ തിരഞ്ഞെടുക്കുക. ഇതിലേതാ വേണ്ടത്? അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. യഥാർത്ഥത്തിൽ നാളെ നേരം വെളുത്താൽ അതാണ് നിങ്ങളും കാത്തിരിക്കുന്നത്. മരണം, ഖബറ്, അതിന്റെ ശേഷമുള്ളത് ഇതാണ് ബാക്കി പത്രം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ മനസ്സിലാക്കാനും മനസ്സിലാക്കുന്നത് സ്വന്തം ജീവിതത്തിൽ നിലനിർത്താനും എന്നെയും നിങ്ങളെയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, ദുനിയാവ് വലിയ പരീക്ഷണമാണ്. ഈ ചതിക്കുഴിയിൽ ഞങ്ങളൊക്കെ പെട്ടുപോയിട്ടുണ്ട്. അള്ളാഹുവേ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, നീ ഞങ്ങളെ തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ ചെയ്യുന്ന വിശ്വാസികളാക്കി മാറ്റണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുറത്തു വരണേ തമ്പുരാനെ. അള്ളാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. നിന്റെ അനുഗ്രഹങ്ങൾക്കൊന്നും ഒരു ശുക്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. പടച്ച റബ്ബേ, ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ നാവിലും നിന്നോടുള്ള ദിക്റും നിന്നോടുള്ള ശുക്റും നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, എല്ലാ സന്ദർഭങ്ങളിലും നിന്റെ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുന്ന ഹൃദയവും നിന്നെ സ്മരിക്കുന്ന നാവിനെയും നൽകി പടച്ച റബ്ബേ, നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, നീ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാൻ അവസരവും തൗഫീക്കും തന്ന് നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഞങ്ങളുടെ ഇണകളുണ്ട്, ഞങ്ങളുടെ കുട്ടികളുണ്ട്, ഞങ്ങളുടെ ഉപ്പാരുണ്ട്. അവരോടൊക്കെ നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെയുള്ള കടപ്പാടുകൾ നിർവഹിക്കാൻ നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോലുള്ള ഞങ്ങളുടെ ഉമ്മുണ്ട്, ഞങ്ങളുടെ ഉപ്പുണ്ട്, ഞങ്ങളുടെ ഇണകളുണ്ട്, ഞങ്ങളുടെ കുട്ടികളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഖബറിലാണ്, ബർസഖിലാണ്. നാളെ മഹ്ശറയിൽ അവരും ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടും. പടച്ച റബ്ബേ, മരണത്തിന്റെ വേദനകളിൽ നിന്ന്, ഖബറിലെ ശിക്ഷകളിൽ നിന്ന്, ബർസഖിലെ പ്രയാസങ്ങളിൽ നിന്ന്, മഹ്ശറയിലെ വിചാരണയുടെ കെടുതികളിൽ നിന്ന്, അതിനേക്കാളുപരി നരകത്തിന്റെ എല്ലാ ഭീകരാവസ്ഥകളിൽ നിന്നും അവരെയും ഞങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, നിന്റെ മഹാകാരുണ്യം കൊണ്ട് നിന്റെ സ്വർഗത്തിലെ ഇടം ലഭിക്കാൻ ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم انك عفو تحب العفو فاعف عنا. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله وصلى الله على محمد صلى الله عليه وسلم.